നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കുന്നേയെന്ന് കരയുന്ന CPM-ന് ദേ പിന്നിൽ നിന്ന് ഒരടി. സർവകലാശാലകളെ കുറിച്ച് പറയാൻ CPM-ന് എന്താണ് യോഗ്യത? യൂണിവേഴ്സിറ്റികളിൽ പാർട്ടി വൽക്കരണം കൊണ്ട് കുളം കോരിയത് ആരൊക്കെയാണ്? സർവകലാശാലകളെയും കലാലയങ്ങളെയും ചുവപ്പു കോട്ടകളാക്കി മാറ്റാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി. എന്നിട്ടാണ് വന്നിരുന്ന് ഗീർവാണം വിടുന്നത്. പിണറായി കൂട്ടരുടെ മുഖത്തൊരടി വീണിരിക്കുകയാണ്. സർവകലാശാലകൾ പാർട്ടി ആപ്പീസുകളാണെന്ന വിചാരമാണ് ഇവർക്കുള്ളത്. നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് അവരുടെ അകന്ന ബന്ധുക്കൾക്ക് വരെ നിയമനം കൊടുക്കാനുള്ള ഒരു സ്ഥാപനം. അതിനപ്പുറം സർവകലാശാലകൾ CPM-ന് എന്താണ്? ശക്തിധരൻ നല്ല ഒന്നാന്തരം കുറെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. സർവകലാശാലകളിൽ ഗവർണർ കാവ്യവൽക്കരണം നടത്തുന്നു എന്ന ആരോപണത്തിൽ വസ്തുതയുണ്ടെങ്കിലും CPM പോലെ ഒരു പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഗവർണറെ വിമർശിക്കാനുള്ള ധാർമ്മിക ശേഷി ഉണ്ടോ എന്നതാണ് പ്രധാന വിഷയമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. CPM-ന്റെ ആരോപണത്തിന് മൂർച്ച കൂട്ടാൻ ഗവർണറുടെ നടപടി സഹായകമായി എന്നതിൽ വസ്തുതയുണ്ട്. കേരളത്തിലെ സർവകലാശാലകളെയും കലാലയങ്ങളെയും ചുവപ്പു കോട്ടകളാക്കി മാറ്റാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി. വൈസ് ചാൻസലർ നിയമനങ്ങളിലും അധ്യാപക നിയമനങ്ങളിലും അനധ്യാപക നിയമനങ്ങളിലും സമ്പൂർണ്ണ പാർട്ടി വൽക്കരണമാണ് പാർട്ടി നയമെന്നത് പകൽ പോലെ വ്യക്തം. സിൻഡിക്കേറ്റുകൾ പിടിച്ചെടുക്കാൻ എന്തെല്ലാം രാഷ്ട്രീയ നാടകങ്ങളാണ് അവർ നടപ്പാക്കുന്നത്. അക്കാദമിക് ലോകവുമായി പുലബന്ധം പോലുമില്ലാത്ത പാർട്ടി നേതാക്കളെ സിൻഡിക്കേറ്റുകളിൽ വിദഗ്ധരായി തിരികെ കയറ്റിയത് ആരാണ്? പാർട്ടി വൽക്കരണം കൊണ്ട് കുളം കോരിയത് ആരൊക്കെയാണ്? അവർ വഴി സർവകലാശാലകളിൽ പാർട്ടി ഭരണം നടപ്പിലാക്കുന്നു. വൈസ് ചാൻസലർമാർ ഇവരുടെ കയ്യിലെ പാവകൾ മാത്രം. RS ശശികുമാർ ജനശക്തിയിൽ തുറന്നടിക്കുന്നു. ഇങ്ങനെ ഒരു കുറിപ്പാണ് ശക്തിധരൻ ഇട്ടിരിക്കുന്നത്. എന്തായാലും ജനശക്തിയിൽ വരാൻ പോകുന്നത് CPM-ന്റെ മുഖം മൂടി വലിച്ചു കീറുന്ന ലേഖനം തന്നെയാണെന്ന് ഉറപ്പ്. ആർക്കും രാഷ്ട്രീയം കളിക്കാനുള്ള ഇടമല്ല സർവകലാശാലകൾ. അതിപ്പോൾ CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും. എത്രയോ കാലങ്ങളായി പാർട്ടിക്കാരുടെ കൈകളിലാണ് സർവകലാശാലകളുടെ സർവാധിപത്യം. പ്രത്യേകിച്ചും CPM-ന്റെ. അവരുടെ അപ്രമാദിത്വമാണ് നടക്കുന്നത്. കേരളത്തിലെ സർവകലാശാലകളെ രാഷ്ട്രീയം കളിച്ച് കുളം തോണ്ടുകയാണ്. മതിയായ യോഗ്യതകൾ പോലും ഇല്ലാത്ത പാർട്ടിക്കാരും അവർക്ക് വേണ്ടപ്പെട്ടവരുമാണ് ഉന്നത പദവികളിൽ പോലും ഇരിക്കുന്നത്. കോടതി കയറിയ എത്രയോ കേസുകളുണ്ട്. ഹൈക്കോടതി തന്നെ വലിച്ചു പുറത്തിട്ട എത്ര നിയമനങ്ങളുണ്ട്. ഗവർണറുമായി പോര് നടന്നത് കണ്ണൂർ സർവകലാശാലയിൽ പിണറായിക്ക് വേണ്ടപ്പെട്ട ഗോപിനാഥ് രവീന്ദ്രനെ VC ആയി നിയമിച്ച സംഭവമാണ്. ഒടുവിൽ ഹൈക്കോടതി നിയമനം റദ്ദാക്കുകയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ ഗവർണറും ഇരട്ടത്താപ്പ് പുറത്തെടുക്കുന്നു. ആരിഫ് ഖാനും കൃത്യമായ രാഷ്ട്രീയം കളിക്കുന്നു. സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ തിരികെ കയറ്റുന്നു. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാളിൽ നിന്ന് ഉണ്ടാകേണ്ട നടപടിയല്ല അത്. BJP ആരിഫ് ഖാനെ വെച്ച് കളിക്കുകയാണ്. സർവകലാശാലകളിൽ ആരും രാഷ്ട്രീയം കളിക്കണ്ട. യൂണിവേഴ്സിറ്റി വിഷയത്തിൽ കോടതി ഇടപെട്ട് ഇവരുടെയൊക്കെ അതിപ്രസരം അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്.